ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളം വാർന്നതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എള്ള് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഫ്ലാക്സ് സീഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. ഫ്ലാക്സ് സീഡ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഓട്സ് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓട്സ് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത കപ്പലണ്ടിയാണിത്. അപ്പോൾ കപ്പലണ്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. രണ്ടും ചൂടാറാനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും പകുതി വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാതും ഞാനിവിടെ ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. 3 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ശർക്കരയല്ല ചേർത്ത് കൊടുക്കുന്നത്, ഡേറ്റ്സ് ആണ്. 2.5 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ സോക്ക് ചെയ്യേണ്ടി വരും. കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ലഡു ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ നിന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.